ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന 11 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരത്തിന് പ്രത്യേകമായിട്ട് ഒരു കെയർ കൊടുക്കണം കേട്ടോ. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ ആ ഡൗട്ട്സിൽ ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. ഒരിക്കലും ഒരു ഡോക്ടറുടെ തരുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു ടിപ്സോ ഒരു അഡ്വൈസസോ ഒന്നും തന്നെ. നിങ്ങളപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടിട്ട് ഹോം റെമഡീസ് ഒക്കെ ഫോളോ ചെയ്തിട്ടും കൺസീവ് ആയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഹെൽത്തി ആക്കാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന 11 ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് തൊണ്ടയിൽ കരകരപ്പ് ഫീൽ ചെയ്യുക. രണ്ടാമതായിട്ട് കഴിക്കുന്ന ഭക്ഷണം തിരിച്ച് വായിലേക്ക് തന്നെ വരുന്നത് പോലെ ഫീൽ ചെയ്യുക. മൂന്നാമതായിട്ട് ബാഡ് ബ്രീത്ത് അഥവാ വായുനാറ്റം അനുഭവപ്പെടുക. നാലാമതായിട്ട് നമുക്ക് ഫുഡ് വിഴുങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. അഞ്ചാമതായിട്ട് വൊമിറ്റ് ചെയ്യാനായിട്ട് ടെൻഡൻസീസ് തുടർച്ചയായി വരിക. ആറാമതായിട്ട് ചെസ്റ്റ് പെയിൻ. ഏഴാമതായിട്ട് ഹാർട്ട് ബേൺ. എട്ടാമതായിട്ട് പല്ലിൽ കേട് കൂടുതലായിട്ട് അനുഭവപ്പെടുക. ഒമ്പതാമതായിട്ട് തൊണ്ടയിൽ എന്തോ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നത്. പത്താമതായിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്യുന്നത്. 11ാമതായിട്ട് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്തും കൂടിയാണ്. പ്രഗ്നൻസി സിംറ്റം ആയിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. കാരണം ഈ പല ലക്ഷണങ്ങളെ പറ്റിയിട്ടും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ടും സാധ്യതകളുണ്ട് കേട്ടോ, ഈ 11 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ബിഫോർ ഓവുലേഷൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു കെയർ നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ pH ബാലൻസ് ഇംബാലൻസ് ആകുന്ന സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ കൂടുതലായിട്ടാണ് നമുക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള ഇങ്ങനെ ഇംബാലൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണെങ്കിൽ ഇത് പ്രഗ്നൻസി ആയതിൻ്റെ ഒരു റീസൺ കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലെ അസിഡിറ്റി ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപാണ് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ അസിഡിറ്റി ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്താണ്. അത് നമുക്ക് പുവർ ഡയറ്റ് ഉണ്ടാകുന്ന സമയത്ത്, സ്ട്രെസ്, അതുപോലെ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമുക്കിതുപോലെ ഇംബാലൻസ് pHന്റെ ഇംബാലൻസ് ഉണ്ടാകുന്നത് കേട്ടോ. വൺ ടൈം അസിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതൊന്നും ഫെർട്ടിലിറ്റീനെ അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് എന്ന് നമുക്ക് നോക്കാം. ഇതിലേതെങ്കിലും ഒന്ന്, ഈ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാകുന്നതെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് പുവർ ആയിട്ടുള്ള ഡയറ്റാണ്. നമ്മൾ ഹെൽത്തി ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഡയറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ pH ബാലൻസിന് ഇംബാലൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഹെവി വർക്കൗട്ട്സ്. ചില ആളുകൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം, ഒരു മാസത്തിൽ തന്നെ 10 കിലോ ഒക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഹെവി ആയിട്ട് വർക്കൗട്ട്സ് ചെയ്യുന്നവരുണ്ട്. എക്സ്ട്രീം ആയിട്ട് നിങ്ങൾ വർക്കൗട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ആസിഡിറ്റി ഫോം ചെയ്യാനായിട്ടുള്ള റീസൺ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഫാസ്റ്റിംഗ്. നമ്മൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ. ചില ആളുകളുണ്ട് രാവിലെ മുതൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പണി മൊത്തം തീർന്നിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒന്ന് ആ വിശപ്പിനൊന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ കട്ടൻ ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായ കുടിക്കുകയോ വെള്ളം കുടിക്കുകയോ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഇതുപോലെ ഫാസ്റ്റിംഗ് മൂലം നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് നമ്മളുണ്ടാകുന്ന ഇൻഫ്ലമേഷനും അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ആണ്. അടുത്ത റീസൺ ആണ് PCOSും അതുപോലെ ഡയബറ്റീസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ, എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് നോർമൽ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി വേഗത്തിൽ കിട്ടും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിഡിറ്റി നമ്മളത്ര നിസ്സാരമായിട്ട് വിടേണ്ട ഒരു സംഗതിയല്ല. ഇതുമൂലം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്ക് ഞാൻ അതാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പുവർ ഡയറ്റൊക്കെ നമ്മൾ നോർമൽ ആക്കാനായിട്ട് നോക്കണം. വെയിറ്റ് എപ്പോഴും നോർമൽ ആക്കി കൊണ്ടുപോകാൻ
വെയിറ്റ് എപ്പോഴും നോർമലാക്കി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. കൂടുതലായിട്ട് വെയിറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യും കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കുണ്ടാകുന്ന അസിഡിറ്റി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിനെ ഭയങ്കര അസിഡിക് ആക്കുന്നതിന് കാരണമാകുന്നു. ഇത് സ്പേമിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഒരു pH ബാലൻസ് നോർമൽ അല്ല, എക്സ്ട്രീം ആയിട്ട് ഭയങ്കര കൂടുതലായിട്ട് ആ ഒരു വജൈനയുടെ ഭാഗമൊക്കെ അസിഡിക് ആയി പോയി കഴിഞ്ഞാൽ ആൽക്കലൈൻ ആയിട്ടുള്ള സ്പേമിനെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വജൈനയുടെ ഓപ്പണിങ്ങിൽ വെച്ച് തന്നെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ, അത് എഗ്ഗിലോട്ട് തുളച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇത് അഫക്റ്റ് ചെയ്യും. സ്ത്രീകൾക്ക് അസിഡിറ്റി ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് അസിഡിറ്റി ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക കേട്ടോ. രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിച്ചു പോകാം. നിങ്ങൾ ഫെർട്ടിലൈസേഷൻ്റെ വീഡിയോസൊക്കെ ചെറുതായിട്ട് യൂട്യൂബിൽ കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്പേം നല്ല സ്പീഡിൽ മൂവ് ചെയ്ത് പോകുന്നതും അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഗ്ഗിലോട്ട് തുളച്ച് കയറി പോകുന്നതുമായിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന് അങ്ങോട്ടേക്ക് കയറി പോകണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ അതവിടെ എഫക്റ്റ് ചെയ്യണം, നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ അവിടെ ഫേസ് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റിനെ ഈ ഒരു അസിഡിക് ഇംബാലൻസ് ഉണ്ടാവുന്നത്, അസിഡിറ്റി ഉണ്ടാവുന്നത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയുടെ അസിഡിക് എൻവയോൺമെന്റിലോട്ട് മാറുവാണെങ്കിലും ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, മറ്റുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് അത് വളരെയധികം കൂട്ടും. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ, ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമതായിട്ട് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തിൽ ഇത് അഫക്റ്റ് ചെയ്യുകയും ഇതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ ബ്ലോക്ക് ചെയ്യുകയും ഇറഗുലർ സൈക്കിൾ ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തൈറോയ്ഡ് ഉണ്ടാവുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നോർമലി നമുക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ കുറച്ചൊന്ന് എല്ലാ മാസവും ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാം, പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് പോകാം. തൈറോയ്ഡ് ഉള്ളവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ ഈ അസിഡിറ്റി കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെങ്കിൽ ഇത് നമുക്ക് തൈറോയ്ഡ് ഫോം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അസിഡിറ്റി ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ കോർട്ടിസോളിന്റെ ലെവൽ ശരീരത്തിൽ കൂടും. ഈ കോർട്ടിസോൾ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കൂട്ടും. ഈ ഇൻഫ്ലമേഷൻ മൂലം നമുക്ക് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്രൊജസ്ട്രോണിന്റെ ലെവൽ ശരീരത്തിൽ കുറയും. ഈ പ്രൊജസ്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇംപ്ലാന്റേഷൻ നമുക്ക് ഫെയിൽ ആയി പോകും. ലൂട്ടേൽ ഫേസിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പല ഡോക്ടേഴ്സും പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് നമുക്ക് തരാറുണ്ട്. ഈ പ്രൊജസ്ട്രോൺ കുറഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും. എൻഡോമെട്രിയൽ ലൈനിങ് വേഗത്തിൽ തന്നെ ഷെഡായി പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. എംബ്രിയോയ്ക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൊജസ്ട്രോണിന്റെ അളവ് നന്നായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവുകയും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അസിഡിറ്റി ഉണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ഡോക്ടറെ കണ്ടിട്ട് മാറ്റാനായിട്ട് നോക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ അസിഡിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ കൂടുതൽ ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൽക്കലൈൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഫോർ എക്സാമ്പിൾ ആപ്പിള്, ആപ്രിക്കോട്ട്, ബനാന ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് ഫ്രൂട്ട്സ് കാറ്റഗറിയിൽ പെടുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രക്കോളി, അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കൂടുതൽ. അതുപോലെ സ്വീറ്റ്സും നട്ട്സും സീഡ്സും ഒക്കെ എപ്പോഴും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഇതൊക്കെ കൂടുതൽ ആൽക്കലൈൻ ബോഡി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഷുഗറും അതുപോലെ കൂടുതലായിട്ട് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതും സോഡ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അസിഡിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് നല്ലോണം ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നന്നായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ബോഡി നല്ല നോർമൽ ആയിട്ടുള്ള രീതിക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ബോഡിയെ ടയേർഡ് ആക്കുന്ന രീതിക്ക് വർക്കൗട്ട്സ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ആൽക്കലൈൻ ഫുഡ്സിനോടൊപ്പം തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഡെയിലി എന്നോണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ സ്ലോ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസിഡിറ്റി ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 11 ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ വോമിറ്റിംഗ് ഉണ്ടാകുന്നതും വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നതും കൂടുതലായിട്ടും ഈ ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള പല ലേഡീസും ചേച്ചി ഭയങ്കര വോമിറ്റിംഗ് ആണെന്ന് പറയുമ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കുന്നതിന് ഒരു അഡ്വൈസ് കൊടുക്കാറ്. ഇപ്പോൾ ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിട്ടാണ് നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഫുഡ് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നത് ദഹനം നടക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് നന്നായിട്ട് ഫോം ചെയ്യാം.
അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും കുറച്ചിട്ട് കൂടുതൽ തവണയായിട്ട് എടുക്കാനായിട്ട് നോക്കുക. അതായത് 8 മണിക്ക് എന്തെങ്കിലും കഴിക്കുക, 10 മണിക്ക്, 12 മണിക്ക്, അങ്ങനെ നിങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. വയറ് നിറയ്ക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഗ്നൻസി ലക്ഷണമായിട്ടുണ്ടാക്കാം. പക്ഷേ ഓവുലേഷന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയ ഒരു ഡോക്ടറെ കാണണം. ആ ഒരു കണ്ടീഷൻ ക്യൂർ ചെയ്യാനായിട്ട് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്ത, നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഒരു റീസൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.